നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും അനുകൂലമാവുക തന്നെ ചെയ്യും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ അഥവാ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേത് ലക്ഷ്മി ദേവിയുടെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം മഹാദേവന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ജീവിതത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷം നൽകുന്നതായ സമയം ജീവിതത്തിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും ഇടപെട്ട് സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അതായത് എപ്പോഴും ദുഃഖങ്ങൾ മാത്രമോ അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതായ കാര്യങ്ങൾ മാത്രമോ ഉണ്ടാകണം എന്നില്ല. പല സമയങ്ങളിലും സൗഭാഗ്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ എന്നാൽ ദേവിയുടെ അനുഗ്രഹത്താൽ അവ മറികടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം, ആത്മധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ദുഃഖങ്ങൾ തരണം ചെയ്ത് സൗഭാഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ ശ്രമങ്ങൾ തന്നെ നിങ്ങൾ നടത്തിയാൽ പോലും അത് വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ അമ്മയുടെ കടാക്ഷത്താൽ ചെറിയ ശ്രമങ്ങളാൽ പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. കാരണം ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ദോഷകരമായ ഫലങ്ങൾ അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതിന് കാരണമായി തീരും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഈശ്വരാധീനം അത് പല സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. അതിനാൽ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആത്മവിശ്വാസം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത് പ്രകടിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ സ്വയമേവ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഒതുങ്ങിക്കൂടുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ പല കാര്യങ്ങളിലും പിറകോട്ട് വലിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നിട്ടുള്ളവർ കൂടിയാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതൽ തന്നെയാകുന്നു. ഒരു കാര്യത്തിലും നിങ്ങൾ മടിച്ചു നിൽക്കുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ അത് നഷ്ടമാകുന്നതിന് കാരണമായി തീരും. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.
അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരും. കഴിവുകൾ നിങ്ങൾക്കുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിലൂടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ നല്ല അറിവും നിങ്ങൾക്കുണ്ട്, അത് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സ്വയം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയും എന്നാൽ നിങ്ങളുടേതായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്യാം എന്ന രീതിയിൽ മാറ്റി വയ്ക്കുന്നവരാകുന്നു. അങ്ങനെ പാടില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ കാരണമായി തീരും. സ്വയം സഹായം ആരും നൽകാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ച സമയത്ത് ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നൽകുന്നതായ സ്നേഹം, ആ കാര്യങ്ങൾ തിരികെ ലഭിക്കാത്തതായ അവസ്ഥ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി നന്നായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയം ഉറപ്പാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കൾക്ക് പോലും അസൂയ തോന്നുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറും. അത്രമേൽ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്കൊപ്പമുള്ളവരെ അല്പം ഒന്ന് സൂക്ഷിക്കേണ്ടതാകുന്നു. എല്ലാവരെയും എന്ന് പറയുന്നില്ല. ചില വ്യക്തികൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരുണ്ടാകാം. അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയം ലക്ഷ്മി ദേവിയെ, മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. രണ്ടാമത്തെ ചിത്രമായ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശിവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി എന്ന് വരാം. എന്നാൽ ചില അപകടകരമായ കാര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി ചില സൂചനകൾ നൽകും. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിന് അലിവ് വന്ന് ചേരുന്നവരാണ് നിങ്ങൾ. സ്നേഹം നിങ്ങൾക്കുണ്ട്, അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മുൻകോപം നിങ്ങൾക്ക് അല്പമുണ്ട്. മുൻകോപം നിങ്ങൾ കുറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേഷ്യം പെട്ടെന്ന് വരിക, ചില കാര്യങ്ങളിൽ ദേഷ്യം വച്ച് പുലർത്തുക, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും വൈകാരികമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ അടുക്കുന്നവരാണ് നിങ്ങൾ. അതേപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളും നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന കാര്യമാണ്. ഇതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം ആവശ്യമില്ലാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. അത്തരം കാര്യങ്ങൾക്ക് പിടികൊടുക്കാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിൽ വന്നു ചേരുന്നതായ നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നീതിന്യായ ബോധം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. കൂടാതെ നിങ്ങൾ ശുദ്ധ മനസ്ഥിതി ഉള്ളവരാകുന്നു. അതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും ജീവിതത്തിൽ അനീതി കണ്ടു നിൽക്കുവാൻ സാധിക്കാത്തതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ചില അവസരങ്ങളിൽ പ്രതികരിച്ചു എന്ന് വരാം. എന്നാൽ എത്ര അപകടമേറിയ കാര്യങ്ങൾ
ചെയ്യുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സാഹസികപരമായ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വന്നു ചേരുന്ന ചില അനുകൂലമായ കാര്യങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാൻ ഇത്തരം കാര്യങ്ങളാൽ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മുൻപിൻ നോക്കാതെ മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നന്മയുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ അത് പ്രകടമാകുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ചില സാഹചര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാണ്. ഈശ്വരാധീനം, ആരോഗ്യം ജീവിതത്തിൽ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ പോലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലപ്പോഴും പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും, എന്നിരുന്നാൽ പോലും അതിൽ നിങ്ങൾ ലാഭനഷ്ടം നോക്കാറില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ തിരികെ അവർ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യണം എന്നില്ല. അത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. നേരെ വാ നേരെ പോ എന്ന സ്വഭാവം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അനീതിക്കെതിരെ പലപ്പോഴും അല്ലെങ്കിൽ പല അവസരങ്ങളിലും പ്രതികരിക്കുവാൻ നേരിട്ട് പ്രതികരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. തുറന്ന മനസ്സുള്ളവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും ഉറച്ച നിലപാടുകൾ നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും മാറ്റാൻ തയ്യാറാകാത്ത വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പവിത്രമായ ഹൃദയം നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും പല വ്യക്തികളും മനസ്സിലാക്കുവാൻ സാധിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ ഒരുമിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ പലപ്പോഴായി നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഏവരെയും സ്നേഹിക്കുവാൻ സാധിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ. ആഗ്രഹങ്ങൾ പലപ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും ധൈര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ, ധനപരമായ കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതൊരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും.